ഗുരുവായൂരപ്പനെ വിശ്വസിക്കുന്നവരുടെ കൂടെ എന്നും ഭഗവാനുണ്ടാവും. ഭഗവാന്റെ ഒരു അനുഗ്രഹം അല്ലെങ്കിൽ ഭഗവാന്റെ ഒരു സാമീപ്യം പല വിഷമഘട്ടങ്ങളിലും ഭഗവാനെ ആദരിക്കുന്നവർക്ക് ലഭിക്കും. നിത്യവും ഭഗവാനെ പ്രാർത്ഥിക്കുന്ന വീടുകളിൽ, അതുപോലെ തന്നെ ഭഗവാനെ പൂജയൊക്കെ നടത്തുന്ന വീടുകളിൽ നമുക്ക് ചില മാറ്റങ്ങളൊക്കെ കാണാൻ സാധിക്കും. ഭഗവാന്റെ ഒരു അനുഗ്രഹം നേരിട്ട് ലഭിക്കുക എന്നത് വളരെ പുണ്യമായിട്ടുള്ള കാര്യമാണ്. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കുന്നതിനും ഗുരുവായൂരപ്പൻ വസിക്കുന്ന വീടുകളിലൊക്കെ കാണുന്ന കുറച്ച് ലക്ഷണങ്ങളെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങളുടെ വീടുകളിലും ഈ ലക്ഷണങ്ങൾ ഉണ്ടോ എന്ന് നോക്കണം. ഉണ്ട് എന്ന് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഭഗവാനെ നല്ല രീതിയിൽ മനസ്സിരുത്തി തന്നെ പ്രാർത്ഥിക്കണം. എന്തൊക്കെയാണ് ഈ ലക്ഷണങ്ങളെന്ന് നമുക്ക് നോക്കാം. അതിന് മുന്നേ ഫസ്റ്റ് ടൈമാണ് നമ്മുടെ ചാനൽ വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, എൻ്റെ ചെറിയൊരു ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ, ഇതുപോലത്തെ ഇൻഫോർമേറ്റീവായിട്ടുള്ള ചെറിയ ചെറിയ വീഡിയോസൊക്കെ ഞാൻ ഇടുന്നതാണ്, ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കുന്നു എന്ന് സർവ്വ ഐശ്വര്യം ലഭിക്കുക എന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഒരു തരത്തിലുള്ള നമ്മൾ തളർന്നു പോവില്ല തന്നെ പറയാം. ഏത് രീതിയിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാവുകയും പക്ഷേ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമ്പോഴൊക്കെ ഭഗവാന്റെ ഒരു കൈത്താങ്ങ് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാകും. ഗുരുവായൂരപ്പൻ്റെ ഒരു കവചം ഉണ്ടായാൽ നമ്മളെ ഏത് ദുഃഖങ്ങളിൽ നിന്നും ദുരിതത്തിൽ നിന്നും നമ്മൾ രക്ഷപ്പെടുത്താനായിട്ട് നമ്മളെ ഭഗവാൻ സഹായിക്കും. ഭഗവാന്റെ അനുഗ്രഹം ഉള്ള വീടുകളിൽ കാണുന്ന ആദ്യത്തെ ഒരു ലക്ഷണം എന്ന് പറയുന്നത് വീടിന് ചുറ്റും ഒരുപാട് തുളസി ചെടികൾ ഇങ്ങനെ കിളിർക്കുന്നതാണ്. നന്നായിട്ട് പൂത്ത് നിൽക്കുകയാണെങ്കിൽ, അതുപോലെ തന്നെ നമ്മൾ നട്ട് പരിപാലിച്ച് വരുന്ന ചെടികളാണെങ്കിൽ നമ്മൾ പുതിയതായിട്ടൊരു തൈ പിടിപ്പിച്ചെടുക്കണം. അതുപോലല്ല, ഒരു ചെടിയിൽ നിന്ന് നിറയെ വിത്തുകൾ വീണ് തന്നെ മുളച്ച് ഇങ്ങനെ ആർത്തിങ്ങനെ നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടാവില്ല. എവിടെ നോക്കിയാലും തുളസി ചെടിയാണ്. നമ്മളിപ്പോൾ ചിലവർ പറിച്ചൊക്കെ, ഒരിക്കലും അങ്ങനെ ചെയ്യരുത്, പറിച്ച് കളയരുത്. അതുപോലെ നമ്മൾ വളർത്തുന്ന രീതികളാണെങ്കിലും ശ്രദ്ധിക്കണം. നല്ല സ്ഥലത്ത് വളർത്തുക. തന്നെ മുളച്ച് വരുന്ന ചെടിയാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ നമ്മൾ വെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ ശുദ്ധിയുള്ള വെള്ളം മാത്രം ഒഴിക്കുക. തുണി കഴുകിയ വെള്ളം, അങ്ങനെ അഴുക്ക് വെള്ളങ്ങളൊന്നും നമ്മൾ തുളസിയിലേക്ക് ഒഴിച്ച് കളയരുത്. അതുപോലെ പറിച്ച് പല രീതിയിലും പറിച്ച് ഒഴിവാക്കി കളയുകയൊന്നും ചെയ്യരുത്. അത്ര വിശുദ്ധിയായിട്ടുള്ളൊരു ചെടിയാണ് തുളസി. അപ്പോൾ വീടിന് ചുറ്റും നല്ല രീതിയിൽ തുളസി ഇങ്ങനെ പരിസരത്ത് പല രീതിയിൽ ഇങ്ങനെ തൈകളൊക്കെ മുളച്ച് ഇങ്ങനെ ആർത്തൊക്കെ നിൽക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള വീട്ടിൽ ഉറപ്പായിട്ടും ഗുരുവായൂരപ്പനുണ്ട് തന്നെ എന്ന് പറയാം. ഭഗവാന്റെ അനുഗ്രഹം ഉണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ചില വീടുകളിൽ തൈ കൊണ്ടൊക്കെ നമ്മൾ പിടിച്ച് വളർത്തും, പക്ഷെ ഒരു രീതിയിൽ ആ ചെടി വളർന്നു കിട്ടത്തില്ല. എല്ലാ രീതിയിലുള്ള വളവും മണ്ണൊക്കെ ചേർത്ത് കൊടുത്താലും പെട്ടെന്ന് തന്നെ അത് ഉണങ്ങി ചീഞ്ഞ് പോകാറുണ്ട്. എന്നാൽ ചില വീടുകളിലാണെങ്കിൽ എവിടെ നിന്നാണെന്നറിയില്ല, നമ്മൾ തൈകൾ വന്ന് തന്നെ മുളയ്ക്കാറുണ്ട്. ഒരു തൈ മുളച്ചാൽ പിന്നെ ധാരാളം തൈകൾ ഒരു രീതിയിലും പരിപാലിച്ചില്ലെങ്കിലും ധാരാളമായിട്ടത് ഉണ്ടാകുന്ന ഒരവസ്ഥ ഉണ്ടാവാറുണ്ട്. അതൊക്കെ നല്ല അനുഗ്രഹമുള്ള വീട്ടിൽ, അതായത് ഗുരുവായൂരപ്പൻ്റെ ഒരു സാന്നിധ്യമുള്ള വീട്ടിൽ മാത്രം കാണുന്ന ഒരു ലക്ഷണമാണ്. അപ്പോൾ ഇങ്ങനെയുള്ളവർ തുളസി ചെടി നല്ല രീതിയിൽ ശ്രദ്ധിക്കുക, ഭഗവാന് സമർപ്പിക്കുക. വിളക്ക് വയ്ക്കുന്ന നേരത്താണെങ്കിലും തുളസിപ്പൂക്കളും തുളസി ഇലയൊക്കെ സമർപ്പിക്കുക. അതുപോലെ തന്നെ രണ്ടാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടിലൊക്കെ ഉപ്പൻ വന്ന് പോകാറുണ്ടോ എന്ന് നോക്കുക. ശകുനശാസ്ത്രം അനുസരിച്ച് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഭാഗ്യത്തിൻ്റെ പ്രതീകമായിട്ടുള്ള അറിയപ്പെടുന്ന ഒരു പക്ഷിയാണ് ഈ ഉപ്പൻ എന്ന് പറയുന്നത്. ഉപ്പൻ നമ്മുടെ വീടുകളിലൊക്കെ വളരെയധികം വീട്ടിലെപ്പോഴും വരികയൊക്കെയാണെങ്കിൽ ആ ലക്ഷ്മി നാരായണ സ്വാമിയുടെ സ്വാധീനവും ലക്ഷ്മി ദേവിയുടെ കടാക്ഷവും ഒക്കെ നിറഞ്ഞു നിൽക്കും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഉപ്പൻ വന്ന് നമ്മുടെ വീടിന് മുന്നിലൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ് സ്ഥിരമായിട്ടൊക്കെ കാണുകയാണെങ്കിൽ വീട്ടിൽ ഗുരുവായൂരപ്പൻ്റെ ഒരു സാന്നിധ്യം ഉണ്ടെന്ന് തന്നെ പറയാം കേട്ടോ. കാരണം ഉപ്പൻ സാധാരണ അങ്ങനെയൊന്നും വരാറില്ല. പിന്നെ നമ്മൾ വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് പാത്ത് നിൽക്കും, അതായത് മറഞ്ഞു നിൽക്കും, ഓടിപ്പോവും. നമ്മുടെ വീട്ടിലൊക്കെ വന്ന് വീട്ടിലൊക്കെ നല്ല രീതിയിൽ വന്ന് ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഭഗവാന്റെ ഒരു സാന്നിധ്യം നമ്മുടെ വീടിന് ചുറ്റും ഉണ്ടെന്ന് തന്നെയാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഉപ്പന് ഭക്ഷണം കൊടുക്കുന്നതും ഒക്കെ നല്ലതാണ്. ഒരിക്കലും ഉപ്പനെ ഉപദ്രവിക്കാനോ നമ്മുടെ വീടിൻ്റെ പരിസരത്തൊക്കെ വരുമ്പോൾ നമ്മൾ കല്ലെറിഞ്ഞ് ഓടിക്കാനൊന്നും നിൽക്കാൻ പാടില്ല. അത്ര ഒരു അനുഗ്രഹമുള്ള ഒരു പക്ഷിയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ വന്ന് നല്ല രീതിയിൽ അത് വന്ന് പോവുകയാണെങ്കിൽ, അതുപോലെ നമ്മൾ യാത്രയ്ക്ക് പോകുന്ന സമയത്താണെങ്കിലും നമ്മൾ ഉപ്പനെ കാണുകയൊക്കെ ആണെങ്കിൽ ഭയങ്കര നല്ലതാണെന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ ഒരു അനുഗ്രഹമുള്ള വീട്ടിൽ ഉറപ്പായിട്ടും ഉപ്പൻ വന്ന് വരുന്നതാണ്. അതുപോലെ നിലവിളക്ക് കത്തിക്കുന്ന സമയത്ത് ഉപ്പൻ്റെ ശബ്ദം കേൾക്കുകയാണെങ്കിൽ ഉപ്പനെ കരയുകയോ അതൊക്കെ ചെയ്യുന്ന സമയമൊക്കെ ആണെങ്കിൽ ശുഭകരമായിട്ടുള്ള കാര്യമാണെന്ന് തന്നെ പറയാം. ഇതെല്ലാം ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ട് എന്ന്
കരുതുന്ന ഒരു ലക്ഷണമായിട്ടാണ് കേട്ടോ കാണുന്നത്. അടുത്തൊരു ലക്ഷണം എന്ന് പറയുന്നത് ഭഗവാന്റെ വരത്ത് പോക്കുള്ള വീടുകളിൽ, ഭഗവാൻ ഭക്തരെ കാണാൻ വേണ്ടി വരുന്ന വീടുകളിൽ വീടിൻ്റെ പരിസരത്തോ മുറ്റത്തോ ഒക്കെ മഞ്ചാടിക്കുരു കാണാറുണ്ട് അല്ലേ. നമ്മൾ എന്താണെന്നറിയില്ല, നമ്മളൊക്കെ ഇങ്ങനെ വീടിൻ്റെ പരിസരത്തൊക്കെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ കിടക്കും. പക്ഷേ വീടിൻ്റെ പരിസരത്തോ വീടിൻ്റെ അടുത്തൊന്നും ഈ മഞ്ചാടിയുടെ മരമൊന്നും ഇല്ല, അടുത്ത് പോലും ഇല്ല. പക്ഷെ നമ്മൾ പോകുന്ന വഴിക്കൊക്കെ ആണെങ്കിലും വഴിയിലും പരിസരത്തൊക്കെ ഒന്നോ രണ്ടോ ഒക്കെ ഇങ്ങനെ കിടക്കുന്നത് കാണാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ നിത്യം കാണുകയാണെങ്കിൽ അത് ഭഗവാന്റെ ഒരു സാന്നിധ്യമാണെന്ന് തന്നെ പറയാം കേട്ടോ. ഭഗവാന്റെ അനുഗ്രഹം ഉള്ളവർക്ക് മാത്രം കാണുന്ന ഒരു ലക്ഷണമായിട്ടാണ് ഇത്. അതൊരു മഹാഭാഗ്യം തന്നെയാണെന്ന് പറയാം കേട്ടോ. അതുപോലെ മഞ്ചാടിക്കുരു ഭഗവാൻ അത്രയേറെ പ്രിയപ്പെട്ടതാണെന്ന് അറിയാമല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ, ഭഗവാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. അടുത്തൊരു ലക്ഷണം എന്ന് പറയുന്നത് നമുക്ക് ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടതാണല്ലോ പാൽപ്പായസം. അപ്പം നമ്മുടെ വീട്ടിൽ നമ്മൾ എന്തെങ്കിലും വീട്ടിലെ ആവശ്യങ്ങൾക്കൊക്കെ നല്ല ദിവസങ്ങൾ, ഓണമായാലും കുഞ്ഞുങ്ങളുടെ പിറന്നാൾ ദിവസമൊക്കെ ആണെങ്കിലും നമ്മുടെ വീട്ടിൽ പായസമൊക്കെ കഴിക്കാറുണ്ട്. അപ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി, നമ്മൾ പായസമൊക്കെ വെക്കുന്ന ദിവസം നമ്മുടെ അടുക്കള ഭാഗത്ത് ഈ അണ്ണാൻ്റെയോ കിളികളുടെയൊക്കെ കലപിലക്കൂട്ടം, അതൊക്കെ ഒരു വിശേഷപ്പെട്ട ദിവസങ്ങളിലൊക്കെ നമ്മൾ വെക്കുന്ന സമയത്ത് ഈ കിളികളും പക്ഷികളൊക്കെ വന്നിട്ട് ഭയങ്കര ഒച്ചയുണ്ടാക്കി കരയുന്നതും അങ്ങനെയൊക്കെ സംഭവിക്കുകയാണെങ്കിൽ നിങ്ങൾ വിചാരിച്ചോ, ആ പായസത്തിൽ ഒരു ചെറിയൊരു ഗ്ലാസ് പായസം നമ്മൾ വിളക്ക് വെത്തിച്ച് ഒരു ഗ്ലാസ് ഭഗവാനൊന്ന് സമർപ്പിക്കണം കേട്ടോ. അത് നമ്മുടെ ഭഗവാൻ വീട്ടിൽ ഉണ്ടെന്നുള്ള കാണിക്കുന്ന ഒരു ലക്ഷണമാണ്. അപ്പോൾ ഇങ്ങനെയെങ്കിലും ആർക്കെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ, ഭഗവാൻ നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ട്. ഇതെല്ലാം ഭഗവാൻ കാണിക്കുന്ന ഒരു ലക്ഷണമാണ്. അതൊക്കെ ഭഗവാൻ നമ്മുടെ വീട്ടിൽ ഭഗവാന്റെ ഒരു സാന്നിധ്യമുള്ള വീട്ടിൽ മാത്രം കാണുന്ന ലക്ഷണമാണ് കേട്ടോ. അതുപോലെ തന്നെ അടുത്തൊരു ലക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ഗുരുവായൂർ അമ്പലത്തിൽ തൊഴാനൊക്കെ പോകാറുണ്ടല്ലേ. നമ്മളിങ്ങനെ തൊഴാൻ പോകുന്ന സമയത്ത് പലതരത്തിലുള്ള ലീലകളും പരീക്ഷണങ്ങളൊക്കെ മായകളൊക്കെ ഭഗവാൻ നമ്മുടെ മുന്നിലേക്ക് കാട്ടിത്തരുമെന്നാണ് പറയുന്നത്. ഭഗവാന്റെ ഇതൊരു യഥാർത്ഥ ഭക്തർക്ക് മാത്രം കാണാൻ പറ്റുന്ന ഒരു ലക്ഷണമാണ് ഇതൊക്കെ. നമ്മൾ ഗുരുവായൂരപ്പനെ തൊഴാൻ പോകുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ഒരുപാട് സങ്കടങ്ങളും വിഷമങ്ങളൊക്കെ മനസ്സിലിരുത്തിയിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. എന്നാൽ നമ്മൾ ആ അമ്പലത്തിലേക്കൊക്കെ അകത്തോട്ടൊക്കെ പ്രവേശിച്ച് നമ്മൾ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് അതുപോലെ ഒന്നും മറന്നു പോകുന്നൊരവസ്ഥയാണ്. എല്ലാ പ്രയാസങ്ങളും മറന്നു പോകും. നമ്മുടെ വിഷമങ്ങളും ഭഗവാനോട് പറയാൻ പറ്റിയല്ലോ എന്ന് പിന്നെ തോന്നും. അതുപോലെ ഗുരുവായൂർ അമ്പലത്തിൽ പോയി വീട്ടിൽ വന്നു കഴിയുന്ന സമയത്ത് ചില സന്തോഷ വാർത്തകളും നമ്മളെ തേടിയെത്തും എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇങ്ങനെയൊക്കെ ഒരു അനുഭവം ഉള്ളവർക്ക് പലവർക്കും അങ്ങനെ അനുഭവം ഉണ്ട് കേട്ടോ. കാരണം നമുക്കത് ഭഗവാന്റെ ഒരു ലീലയാണ്. അതായത് ഭഗവാൻ അതെല്ലാം നമുക്ക് മാറ്റിത്തരും. നിങ്ങൾ പോലും അറിയാതെ ഭഗവാൻ അത് നിങ്ങളുടെ ആ ഒരു മനസ്സിലെ കാര്യങ്ങൾ ഭഗവാന് പെട്ടെന്ന് അറിഞ്ഞ് അത് ചെയ്യാൻ പറ്റുന്ന ഒരു കഴിവാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ശ്രീകൃഷ്ണ ഭഗവാന് അനുഗ്രഹം കിട്ടുന്നവർക്ക് മാത്രം കിട്ടുന്ന ലക്ഷണങ്ങളാണിത്. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ പറയാൻ പോകുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ മറന്നു പോകും. പക്ഷെ ഭഗവാൻ അത് മനസ്സിലാക്കി ചെയ്യും. അപ്പോൾ ചിലപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ ആണെങ്കിലും നമ്മൾ അമ്പലത്തിൽ പോയി തിരിച്ചു വന്നു കഴിയുമ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ ആണെങ്കിലും നമ്മൾ അത്ര നല്ല ശുഭകരമായിട്ടുള്ള വാർത്തകൾ നമുക്ക് കേൾക്കാൻ സാധിക്കും. അടുത്ത ലക്ഷണം എന്ന് പറയുന്നത് സ്വപ്നമാണ് കേട്ടോ. ഭഗവാൻ അവരുടെ ഭക്തർക്ക് സ്വപ്ന ദർശനം നൽകുമെന്നാണ് പറയുന്നത്. അതും ഉണ്ണിക്കണ്ണനായിട്ട് ദർശനം നൽകുമെന്ന് പറയാറുണ്ട്. ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ഉണ്ണിക്കണ്ണനെ സ്വപ്നം കാണുക. നമ്മളറിയാതെ നല്ലൊരു കുഞ്ഞിങ്ങനെ ഓടിക്കളിച്ച് നടക്കുന്നതും ഇങ്ങനെയെല്ലാമൊക്കെ സ്വപ്നം കാണുന്നത് അത് സാക്ഷാൽ അവരവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തർക്ക് സ്വപ്ന ദർശനം നൽകാറുണ്ട് ഭഗവാൻ. അങ്ങനെ സ്വപ്ന ദർശനം കിട്ടിയാൽ ഉറപ്പിച്ചോളൂ, അധികം വൈകാതെ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല കാലം വരുന്നതിൻ്റെ ഒരു ലക്ഷണമാണ്. നമ്മളറിയാത്ത കുഞ്ഞു വാവകളൊക്കെ ആയിരിക്കും. പിന്നെ അതുപോലെ ഉണ്ണിക്കണ്ണൻ നല്ല രീതിയിൽ ചിരിച്ച് നിൽക്കുന്നതും ഗുരുവായൂർ അമ്പലനട അങ്ങനെയൊക്കെ സ്വപ്നം കാണുന്നതൊക്കെ അത്ര അനുഗ്രഹമായിട്ടുള്ളവർക്ക് കിട്ടുന്ന ഒരു കാര്യമാണ്. അടുത്തൊരു ലക്ഷണം എന്ന് പറയുന്നത് നമ്മൾ വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് എവിടെ നിന്നറിയില്ല ഒരു നല്ലൊരു കളഭ സുഗന്ധം ഇങ്ങനെ നമ്മുടെ അടുത്തോട്ട് വലയും ചെയ്യും. സന്ധ്യയ്ക്ക് വിളക്ക് കത്തിക്കുന്ന സമയത്താണെങ്കിലും കാറ്റ് പോലെ ഒരു കളഭം, ചെറിയൊരു സ്മെല്ല്, എന്താണെന്നറിയില്ല നല്ലൊരു കളഭത്തിൻ്റെ മണം നമുക്ക് വരും. പക്ഷെ നമ്മൾ ചന്ദനം ഒന്നും എടുത്തിട്ടില്ല, തിരിയൊന്നും കത്തിക്കാത്ത സമയത്തായിരിക്കും. അങ്ങനെ വല്ലാത്തൊരു ഭഗവാന്റെ ഒരു അമ്പലത്തിൻ്റെ ഒരു സ്മെല്ല് നമുക്ക് ഫീൽ ചെയ്യും. അതൊരു പ്രത്യേക അനുഭവമായിരിക്കും. നമ്മൾ വിളക്ക് കത്തിക്കുമ്പോൾ ഭഗവാന്റെ ഒരു സാന്നിധ്യമുണ്ട് എന്നതിൻ്റെ ഒരു സൂചനയാണ് ഇത് കാണിക്കുന്നത് കേട്ടോ. ആർക്കെങ്കിലും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓർത്തോളൂ, അത് ശുഭകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അടുത്തതായിട്ട് ഭഗവാന്റെ സാന്നിധ്യമുള്ള വീടുകളിൽ തെച്ചി പൂത്ത് നിൽക്കുന്നത് കാണാൻ പറ്റും. അതായത് ചെത്തി എന്നൊക്കെ പറയത്തില്ലേ, അത് ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട പൂക്കളിൽ ഒന്നാണ് നമ്മുടെ ചെത്തിയും തുളസിമാലയും ഭഗവാനെ സ്ഥിരമായിട്ട് ചാർത്തുന്നത് വളരെ ഐശ്വര്യമായിട്ടുള്ള കാര്യമാണ്. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹമുള്ള വീടുകളിൽ ചെത്തി നിത്യവും പൂക്കും. ഒരു വർഷം മുഴുവനും എത്ര മഴയും വെയിലൊക്കെ ആണെങ്കിലും വളങ്ങൾ കൊടുത്തില്ലെങ്കിലും നല്ല രീതിയിൽ ചെടി എപ്പോഴും പൂത്ത് നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടാവാറുണ്ട്.
എല്ലാ ഹൈന്ദവ വീടുകളിലും നിർബന്ധമായിട്ട് വേണ്ട ഒരു ചെടിയാണ് കേട്ടോ ചെത്തിയും തുളസിയും. അപ്പോൾ എപ്പോഴും വീട്ടിൽ ചെത്തി പൂത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ വീട്ടിൽ ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടെന്ന് തന്നെ പറയാം. അത് മഹാഭാഗ്യം തന്നെയാണ്. അടുത്ത ലക്ഷണം എന്ന് പറയുന്നത് ഭഗവാനെ വിളക്ക് കത്തിച്ച് തൊഴുന്ന സമയത്ത്, ഭഗവാന്റെ അമ്പലത്തിൽ തൊഴുന്ന സമയത്തും ഭഗവാൻ ചിലപ്പോൾ നമ്മളോട് ചില മായകൾ കാണിക്കും. നമ്മൾ അമ്പലത്തിൽ ഭഗവാന്റെ വിഗ്രഹത്തിലേക്ക് നോക്കി തൊഴുന്ന സമയത്ത് ഭഗവാൻ കവിളിലിങ്ങനെ അനക്കുന്നതും ചെറുതായിട്ട് ചിരിക്കുന്നതും ചില കണ്ണുകളിങ്ങനെ ചിമ്മുന്നതൊക്കെ അനുഭവപ്പെടാറുണ്ട്. അതൊക്കെ ചിലവർക്ക് അങ്ങനെ തോന്നാറുണ്ട് കേട്ടോ. അത് ശരിക്കും പറഞ്ഞാൽ കണ്ണൻ്റെ ഒരു ലീലകളാണ്. പ്രത്യേകിച്ച് അമ്പലത്തിലൊക്കെ വിഗ്രഹം നോക്കി നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ സംഭവിക്കാറുണ്ട്. അത് അത്രയേറെ അനുഗ്രഹമുള്ളവർക്ക് കിട്ടുന്ന ഒരു കാര്യമാണ് കേട്ടോ. അടുത്ത ലക്ഷണം എന്ന് പറയുന്നത് വിളക്ക് കത്തിക്കുന്നത് അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന സമയത്തൊക്കെ നമ്മുടെ കണ്ണ് തുടിക്കുക എന്ന് പറയാറുണ്ട്. ഭഗവാന്റെ സാന്നിധ്യം ഉണ്ട് എങ്കിൽ സ്ത്രീകളുടെ ഇടത് കണ്ണും പുരുഷന്മാരുടെ വലത് കണ്ണും തുടിക്കാറുണ്ട്. നാമങ്ങൾ ചൊല്ലുമ്പോഴും ഭഗവാനെ പ്രാർത്ഥിക്കുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ അനുഭവം ഉണ്ടെങ്കിൽ ഭഗവാൻ നിങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു എന്ന് തന്നെ പറയാം കേട്ടോ. അവിടെ ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടാവുകയും എല്ലാവിധ അനുഗ്രഹവും ഭഗവാൻ നിങ്ങൾക്ക് തരുമെന്ന് തന്നെ പറയാം. ഇത്തരം ലക്ഷണങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിച്ചോളൂ ഭഗവാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹമുള്ള വീടുകൾ കാണുന്ന ലക്ഷണങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ ചിലവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിശ്വാസമുള്ളവരാണ്. ഉറപ്പായിട്ടും ഇതെല്ലാം ഭഗവാന്റെ അനുഗ്രഹമുള്ള വീടുകളിൽ ഉണ്ടാകുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഉറപ്പായിട്ട് നിങ്ങൾ ശ്രീകൃഷ്ണ ഭഗവാൻ ഗുരുവായൂരപ്പനെ നല്ല രീതിയിൽ പ്രാർത്ഥിച്ചോളൂ. ഭഗവാന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്.